എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കുറച്ചാളായി കാര്യം പറയാൻ ഒരേ പ്രായത്തിൽ ആളെ കിട്ടിയിട്ട്. അതിൻ്റെ വീട്ടിലേക്ക് മാറുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് ഇറങ്ങും. അപ്പോൾ ചേച്ചിയുടെ ആൻറ്റിക്കും കുറച്ച് ആശ്വാസം കിട്ടും. നോക്കാം. എനിക്കൊരാവശ്യം വന്നപ്പോൾ ഓടിയത്തെ നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. ഇതിനു പകരം ഞാൻ എന്താ തരേണ്ടത്? തൽക്കാലം ഒന്നും വേണ്ട, ഈ സ്നേഹം മാത്രം മതി. ഒന്നിനും പകരമായിട്ടല്ല ഓടി വന്ന്. പെട്ടെന്നെല്ലാം ഭേദമാവും. എന്തെങ്കിലും ആവശ്യമുണ്ട് ഇനിയും വിളിക്കാൻ പഠിക്കണ്ട. എനിക്ക് സ്വന്തം ചേച്ചി തന്നെയാണ്. അതും പറഞ്ഞ് ലച്ചു ആൻസിയും കുട്ടി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. കുറച്ചു നേരം അവിടെ ചെലവഴിച്ച് അവരിറങ്ങി. വീട്ടിലെത്തിയതും ഗിരിയുടെ കോൾ കണ്ട് ലച്ചു ഫോൺ എടുത്തു. ഗിരി പറഞ്ഞു കേട്ടതും അവൾ സന്തോഷം കൊണ്ട് ചിരിച്ചു. നല്ല കൂട്ടരാ മോളെ, കുട്ടി ടീച്ചറാ. മോന്റെ സമ്മതം കിട്ടിയാൽ പോയി കണ്ടിതങ്ങ് ഉറപ്പിക്കായിരുന്നു നമുക്ക്. ഇനി വൈകിക്കേണ്ട അച്ഛാ, എത്രയും വേഗം വരാന്നവരോട് പറയേ. മോനോട് ചോദിക്കാതെ എങ്ങനെയാ മോളെ ഞാൻ. ഗിരിയൊന്നും മടിച്ചു. ഏട്ടനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. അച്ഛൻ സമാധാനമായിട്ടിരിക്കേ. നാളെ ഏട്ടനെയും കൂടി ഞാൻ വരാം. ലച്ചു പറഞ്ഞതും ഗിരി സന്തോഷത്തോടെ ഫോൺ വെച്ചു. വാർത്ത അറിയിക്കാൻ ലച്ചു നേരെ ആനന്ദിന്റെ അടുത്തേക്ക് ഓടി. ആനന്ദ് ആളിരിക്കുന്ന കണ്ടതും അവൾ അടുത്തേക്ക് ചെന്നു. അവിടെ എല്ലാവരും ഇരിക്കുന്ന കണ്ടതും ലച്ചു ആനന്ദിന്റെ അടുത്തേക്ക് ചെന്നിരുന്നു. അച്ഛൻ വിളിച്ചിരുന്നു, ഒരു വിശേഷം പറയാൻ വിളിച്ചതാ. ലച്ചു പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി. ഏട്ടനൊരു പ്രപ്പോസൽ വന്നു. നല്ല കുട്ടിയാന്ന് അച്ഛൻ പറയുന്നത്, ടീച്ചറാണെന്ന്. ആ, നല്ല കാര്യമാണല്ലോ. എന്നിട്ട് അവനെന്ന് പറഞ്ഞു? അതാ ഇനിയുള്ള ടാസ്ക്. ഏട്ടനെ എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിക്കണം. മോള് പറഞ്ഞാവും കേൾക്കും. അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ അവന് നിന്നെ. എന്നെയും പ്രതീക്ഷ അതില്ല. എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. അതൊക്കെ നടക്കും മോളെ. എന്തായാലും വന്നത് നല്ല ബന്ധമാണെങ്കിൽ വേണ്ടെന്ന് വെക്കരുത്. അവൻ്റെ എതിർപ്പൊക്കെ മാറും. അമ്മ പറഞ്ഞു. ലച്ചുവിനെ കേട്ട് സമാധാനമായി. ഇതൊക്കെ കേട്ടിരുന്ന കാവ്യയുടെ മുഖം വല്ലാതെയായി. അവൾ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ തന്നെ ലച്ചുവിനെ വീട്ടിലാക്കി ആനന്ദ് ഓഫീസിലേക്ക് പോയി. അവന്റെ മനസ്സ് മാറ്റുക എന്നാണ് അവളുടെ ഉദ്ദേശം. സന്ദീപ് പുറത്തുപോയി വന്നു. വീട്ടിൽ ലച്ചുവിനെ കണ്ട് അവൻ സന്തോഷം കൊണ്ട് അവളൊന്ന് കെട്ടിപ്പിടിച്ചു. എപ്പോ വന്നു നീ? രാവിലെ എത്തിയേട്ടാ. ആനന്ദ് വന്നില്ലേ? ഏട്ട ഓഫീസ് പോയിരിക്കുക, വൈകുന്നേരം വരും. ലച്ചു അതും പറഞ്ഞ് ഗിരിയെയും രാധികയെയും നോക്കിയതും അവർ പറയാനെന്ന പോലെ ആക്ഷൻ കാണിക്കുകയാണ്. അത് കണ്ടതും അവൾ മടിച്ച് അവനോട് സംസാരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഏട്ടനെന്ത് തീരുമാനിച്ചു? മടിച്ച് ചോദിച്ചതും സന്ദീപ് അത് കേട്ട് മൂന്നുപേരെയും നോക്കി. എന്ത് കാര്യം? ഏട്ടനെന്ത് ഒന്നും അറിയാത്തപോലെ സംസാരിക്കുന്നത്? ഏട്ടൻ്റെ വിവാഹകാര്യം ഞാൻ ചോദിച്ചേ. മോളെ ഞാൻ. ഏട്ടൻ ഒന്നും പറയണ്ട. ഏട്ടൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം ഞാൻ ആകെ ഒരു ആഗ്രഹം ഏട്ടനോട് ആവശ്യപ്പെട്ടുള്ളൂ. ഏട്ടനൊരു ലൈഫ് ഉണ്ടാവണമെന്ന്. ഇനി ആരോട് ഏട്ടൻ വാശി കാണിക്കുന്നത്? പോയവരാരും ഇനി തിരിച്ചു വരില്ല. ഏട്ടനെ സ്നേഹിച്ചവരെല്ലാം ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ഏട്ടൻ്റെ അവസ്ഥയെല്ലാം മനസ്സിലാക്കിയോണ്ടാ ഞങ്ങളാരും ഇതുവരെ ഏട്ടനെ കുറ്റപ്പെടുത്താത്തത്. ഇനി ഇതേ തീരുമാനം തുടർന്നാൽ ചിലപ്പോൾ ഏട്ടൻ സ്നേഹിച്ച വേണി ചേച്ചി പോലും ഞങ്ങൾക്ക് വെറുക്കേണ്ടി വരും. ലച്ചു മനസ്സിലാമനസോടെ അവൻ്റെ നന്മയെ കരുതി പറഞ്ഞു. അത് അവളുടെ ഉള്ളിലും വേദന ഉണ്ടാക്കി. ലച്ചു പറഞ്ഞു കേട്ടതും അവനൊന്നും മിണ്ടാതെ വേഗം അവിടെ നിന്നും പോയി. അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു മോളെ. വേണാച്ച, ഇനി ഏട്ടൻ എങ്ങനെ വിട്ടാൽ ഒരു മാറ്റം ഉണ്ടാവില്ല. വേണി ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഏട്ടന് വേണ്ടിയാ ഇപ്പം ഇങ്ങനെ എനിക്ക് പറയേണ്ടി വന്ന്. ഏട്ടൻ്റെ തീരുമാനം അറിഞ്ഞിട്ടേ ഞാനിനി ഇവിടുന്ന് പോകും. അതും പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി. മുറിയിൽ ചെന്ന് എന്നൊരിക്കൽ വേണിയോടൊപ്പം എടുത്ത ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നവൻ. അവൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. നിന്നെ മറന്ന് മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കാനാ എല്ലാവരും പറയുന്നത്. എനിക്കതിനാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന പെണ്ണാ നീ. നീ ഇല്ലെങ്കിലും നിന്നോടൊപ്പം നിന്റെ ഓർമ്മയിൽ ജീവിക്കായിരുന്നു ഞാൻ. എന്തിനാ ഇത്രയും വേദന വന്ന് എന്നെ തനിച്ചാക്കി പോയത്? അതും പറഞ്ഞ് ആ ഫോട്ടോയും ചേർത്ത് പിടിച്ച് അവൻ പൊട്ടിക്കരഞ്ഞു. ഈ ജന്മം നിന്നെ അതൊരു പെണ്ണിനെ സ്നേഹിക്കാൻ എനിക്കാവുമെന്ന് തോന്നില്ല വേണി. അത്രയും പറഞ്ഞ് അവൻ അവളെയും നോക്കി അങ്ങനെ കിടന്നു. പറഞ്ഞപ്പോൾ മുതൽ റൂമിൽ കയറിയതാ, ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല. ആനന്ദ് വന്നും കാര്യം തിരക്കിയതും ലച്ചു പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അവനോട് അങ്ങനെയൊന്നും പറയുന്നത്. അവനത് ഒരുപാട് വേദനിപ്പിച്ചാണോ? സമാധാനമായിട്ട് പറഞ്ഞു മനസ്സിലാക്കായിരുന്നില്ല നമുക്ക്. ഇനി അങ്ങനെ പ്രതീക്ഷിച്ചാൽ ഏട്ടൻ്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും സംസാരിക്കാം. അതും പറഞ്ഞ് ആനന്ദ് അവൻ്റെ റൂമിലേക്ക് നടന്നു. ഡോറിൽ തട്ടിയതും അനക്കൊന്നുമില്ല. ആനന്ദ് വീണ്ടും തട്ടി. അപ്പോഴേക്ക് മുന്നിൽ ഡോർ ഓപ്പണായി. ചുവന്ന് കിടക്കുന്ന അവന്റെ കണ്ണുകൾ കണ്ടതും അത്രയും നേരം അവൻ അനുഭവിച്ച വേദന അതിൽ നിന്ന് ആനന്ദ് മനസ്സിലാക്കി. അവനെ കണ്ടപാടെ സന്ദീപ് വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചു. ലച്ചുവിടെ? പെട്ടെന്നുള്ള സന്ദീപിന്റെ ചോദ്യം കേട്ടതും ആനന്ദ് റൂമിലേക്ക് ചൂണ്ടി. വാ. ആനന്ദിനെ തോളിൽ കൈയിട്ടുകൊണ്ട് അവനോടേക്ക് ചെന്നു. അത് കണ്ടതും ഗിരി രാധിക അവന്റെ അടുത്തേക്ക് വന്നു. സന്ദീപിനെ കണ്ടതും ലച്ചു അവന്റെ മുഖം കണ്ട് അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. സോറി ഏട്ടാ, നിന്റെ ആഗ്രഹം ഒന്നും നടത്തി തന്നില്ല ഞാൻ. അതിനൊരു അവസരം കിട്ടിയിട്ടില്ല. എൻ്റെ വിവാഹക്കാര്യം നിനക്ക് തീരുമാനിക്കാം. നിങ്ങൾ കാണിച്ചിരുന്ന ഏത് പെൺകുട്ടി വേണമെങ്കിലും വിവാഹം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ആരും എൻ്റെ വേണിയെ വെറുക്കരുത്. അവൻ പറഞ്ഞു. ലച്ചു കരഞ്ഞുകൊണ്ട് അവനെ വീണ്ടും കെട്ടിപ്പിടിച്ചു. സോറി ഏട്ടാ, പറയാൻ പാടില്ലായിരുന്നു. സോറി. സാറില്ല മോളെ, നീ ഇന്നത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കില്ലായിരുന്നു. ഞാൻ കാരണം വേണി ആരും വെറുക്കരുത്.
നിങ്ങളുടെ ആഗ്രഹം പോലെല്ലാം നടക്കട്ടെ. പക്ഷെ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പെൺകുട്ടിക്ക് ഒരു നല്ല ഭർത്താവ് എനിക്ക് സാധിക്കുമെന്ന് മാത്രമേ എനിക്കറിയില്ല. അതിൽ മാത്രം എന്നെ ആരും നിർബന്ധിക്കരുത്. അത്രയും പറഞ്ഞ് ആ റൂമിലേക്ക് പോയതും ആനന്ദ് എല്ലാവരെയും സമാധാനിപ്പിച്ചു. അച്ഛൻ അവരോട് വിളിച്ചു പറയും, ഉടൻ തന്നെ നമുക്ക് ഏട്ടനെയും കൂട്ടി ആ കുട്ടിയെ കാണാൻ പോവാം. ലയിച്ചു പറഞ്ഞു. ഗിരി അതിന് മൂളി. വിവരം വീട്ടിലറിഞ്ഞു. അവിടെ അമ്മയും അച്ഛനും ആയിട്ട് ഹാപ്പിയായി. ഏട്ടൻ എന്നോട് ദേഷ്യമാണോ? എന്തിന്? എനിക്ക് നല്ലതല്ലേ നീ ചെയ്തുള്ളൂ. എനിക്കറിയാം ഏട്ടനൊരിക്കലും ചേച്ചിയെ മറക്കാനാവില്ല. പക്ഷെ എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കേട്ടാ. അതിനവനൊന്നും പുഞ്ചിരിച്ചു. എനിക്കാവും. അതുകൊണ്ടല്ലേ നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചിരുന്നു. നീ എൻ്റെ കാര്യം ഒന്നും ആലോചിക്കണ്ട. നിന്റെ ജീവിതമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിരിക്കുന്നത് മാത്രമാണ് ഇപ്പം എൻ്റെ ലക്ഷ്യം. ഞങ്ങളുടെ വാശി കൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കേണ്ടി വരരുത് ഏട്ടാ. ചിന്തിക്കാൻ എത്ര സമയം വേണമെങ്കിലും ഏട്ടനെടുക്കാം. പക്ഷേ പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടു വരുന്ന പെൺകുട്ടിക്ക് ഏട്ടൻ കാരണം കണ്ണു നിറയേണ്ടി വരരുത്. അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയെന്നോർത്ത് അവളെല്ലാം ഉള്ളിലൊതുക്കി. സ്വയം വേദനിക്കേണ്ടി വന്നാലും ഞാൻ കാരണം അവർ വിഷമിക്കേണ്ടി വരില്ല. മോള് സമാധാനമായിട്ടിരിക്കും. സന്ദീപ് പറഞ്ഞു. ലച്ചത് കേട്ട് തലകുലുക്കി. അവനൊരു നല്ല ജീവിതം അതുമാത്രമായിരുന്നു അവിടെ ഉള്ളിൽ. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വരേണ്ട ഒരു ചിരി മാത്രമേ സന്ദീപിന് ലച്ചുവിന് നൽകാനായുള്ളൂ. വീട്ടിലെത്തിയെന്ന് സുമതിയെ കണ്ട് ലച്ചു ആനന്ദിനെ നോക്കി. അവനാണെങ്കിൽ അവരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ അവളെയും കൂട്ടി അകത്തേക്ക് പോയി. എന്തായി മോളെ കാര്യങ്ങള്? അവളെ കണ്ടതും അമ്മ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഏട്ടന്റെ സമ്മതം കിട്ടിയോണ്ട് ഇനി ഒന്നിനും ബുദ്ധിമുട്ടില്ല. ആരെ വിളിച്ചറിയിച്ചിട്ട് അച്ഛൻ പറയാന്ന് പറഞ്ഞു. ലച്ചു പറഞ്ഞതും അത് കേട്ട് താഴേക്ക് വന്ന പ്രിയ ഒരു നിമിഷം നിന്നു. എല്ലാം നന്നായി നടക്കും മോളെ, അമ്മ പറഞ്ഞു. അതിന് തലയാട്ടിക്കൊണ്ട് അവൾ റൂമിലേക്ക് പോയി. എന്നെ മനസ്സിലാക്കാൻ എന്താർക്കും ആവാത്തത്? എന്നിൽ പ്രണയമുണ്ടെന്ന് മനസ്സിലായിട്ടും അവൻ കണ്ണിൽ നടിക്കുന്നതാണ്. അത് അവനിനി അറിയില്ലേ? ഏതോ ലോകത്തെന്ന പോലെ സ്വയം ആലോചിച്ചു കൂട്ടുകയാണ് പ്രിയെ താഴെയെങ്ങും കാണാതെ കാവ്യ അവളെ തിരക്കി മേലേക്ക് വന്നു. റൂമിലിരുന്ന് ആലോചിച്ചു കൂട്ടുന്നവളെ കണ്ട് കാവ്യ അകത്തേക്ക് ചെന്നു. പെട്ടെന്ന് ഡോറടയുന്ന ശബ്ദം കേട്ടതും പ്രിയ ആലോചനയിൽ തെന്നിമാറി കാവ്യയെ നോക്കി. എന്താ നിന്റെ മനസ്സിൽ? കാവ്യ കയ്യും കെട്ടിന്ന് ചോദിച്ചു. കാവ്യ നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? എന്നെ വിളിച്ചിരുന്ന് ഞാൻ വരില്ലായിരുന്നോ? അതിന് മാത്രം എനിക്ക് രോഗമൊന്നുമില്ല. ഞാൻ ചോദിച്ചിൽ നിന്ന് തെന്നിമാറാൻ നോക്കണ്ട. നിനക്കിത് എന്ത് പറ്റി കാവ്യേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. എനിക്കറിയേണ്ടത് നിന്റെ കാര്യമാണ്. ഉള്ളിലെ ഇഷ്ടം ഇനിയും മറച്ചു വെക്കാനാണോ നിന്റെ ഉദ്ദേശം? കാവ്യ ചോദിച്ചോ. പ്രിയ അത് കേട്ട് ഞെട്ടി. കാവ്യ നീയൊന്നും പറയണ്ട. നിന്റെ മാറ്റം എനിക്കറിയാം. ഒരേ വയറ്റിൽ ഒന്നിച്ച് ജനിച്ചവരാ നമ്മൾ. ആ നിന്നെ മനസ്സിലാക്കി എനിക്കാവും. നിന്റെ ലൈഫിലേക്ക് ഒരാൾ വരുമ്പോൾ ആദ്യം ഞങ്ങൾ അറിയിക്കുന്ന നീ പറഞ്ഞിരുന്നു. എന്നിട്ട് നീ എന്തിനാ അത് മറച്ചു വെച്ച്? അതാണ് നല്ലതെന്ന് തോന്നി. എനിക്കെല്ലാം മനസ്സിലാവുമെന്ന് ഞാൻ കരുതിയില്ല. സന്ദീപിനോട് ചെറിയൊരു ഇഷ്ടം തോന്നിയപ്പോൾ തന്നെ നന്ദുവിനോട് പറയാൻ ഞാൻ കരുതിയതാ. പക്ഷെ എൻ്റെ മാത്രം ആഗ്രഹം കൊണ്ട് ഇനി ആരും വേദനിക്കേണ്ടെന്ന് കരുതി ഞാൻ വേണ്ടാന്ന് വെച്ചു. ഇനിയും അങ്ങനെ തന്നെയാണ് നിന്റെ തീരുമാനം? നിന്റെ ഇഷ്ടം സന്ദീപായിട്ട് അറിയണ്ടേ? ആൾക്ക് എന്നൊരു ഫീലിങ്സും ഇല്ല. അതുകൊണ്ടല്ലേ ഏത് പെണ്ണിനെ വേണേലും കെട്ടിക്കോളാന്ന് പറഞ്ഞ്. ശരിയാ, ഞാൻ ആർക്കും ചേരില്ല. അതുകൊണ്ടല്ലേ ഞാൻ ആഗ്രഹിക്കുന്നല്ല എൻ്റെ കൈവിട്ട് പോകുന്നു. ആ മനുഷ്യനെ നിനക്ക് അറിയാവുന്നല്ലേ? വേണി ചേച്ചി മാത്രം സ്നേഹിക്കുന്ന ഏട്ടൻ്റെ ഉള്ളിൽ നിന്നോട് ഫീലിങ്സ് ഒന്നും നീ ചിന്തിച്ചാൽ തെറ്റ്. എല്ലാം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ചെയ്യാനുണ്ടി പെട്ടെന്നാവണം. അവസാനം നഷ്ടമായിട്ട് നീ വിഷമിക്കുന്നതാണ് എനിക്കാവില്ല. ഇതിലെന്നെ എന്ത് സഹായം നിനക്കുണ്ടാവും? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? സന്ദീപിനോട് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ എന്നെ മൈൻഡ് പോലും ചെയ്യില്ല. അല്ലെങ്കിൽ തന്നെ എന്നോട് കാര്യമില്ലാത്ത ദേഷ്യമാണ്. ഏട്ടനോട് വേണ്ട, ലച്ചു ചേച്ചി നമ്മുടെ കൂടെയല്ലേ. ചേച്ചിയോട് വൈകാതെ നീ സംസാരിക്കണം. ഇല്ലേ വീണ്ടും നിനക്ക് നഷ്ടാവും നിന്റെ ആഗ്രഹമായിരിക്കും. നീ ആലോചിക്കേ. അതും പറഞ്ഞ് കാവ്യ പോയതും പ്രിയ എന്ത് വേണമെന്നറിയാതെ ആലോചനയോടെ ബെഡിലേക്ക് ഇരുന്നു. ഏട്ടാ ഞാൻ ഓക്കെ അല്ലേ? എങ്ങനെയുണ്ട് എന്നെ കാണാൻ? സാരിയൊക്കെ സ്വന്തമായി ഉടുത്തൊരുങ്ങി നിൽപ്പാണ് ലച്ചു. അവളുടെ ചോദ്യം കേട്ടതും ആനന്ദ് അവളൊന്നാകെ നോക്കി. ഇതിപ്പോ നിന്റെ പെണ്ണുകാണല്ലോ കല്യാണമൊന്നുമല്ലല്ലോ. എന്നാൽ എൻ്റെ ഏട്ടൻ്റെ പെണ്ണുകാണലല്ലേ? അപ്പൊ ആകെയുള്ളൊരു പെങ്ങൾ കുറച്ച് ഒരുങ്ങണ്ടേ? അല്ലെങ്കിൽ കുറച്ചില്ല എൻ്റെ ഏട്ടനാ. ആദ്യം നിന്റെ ഏട്ടൻ വരുമോ നോക്കട്ടെ, എന്നിട്ട് പോരെ ബാക്കി. എനിക്ക് തോന്നുന്നു അവൻ എന്തായാലും ഇതിന് വരില്ലെന്ന് തന്നെയാണ്. എൻ്റെ ഏട്ടൻ വരും. ഞാൻ പറഞ്ഞ ഇത്രയൊക്കെ എന്നെ കൊണ്ട് ആവുമെങ്കിൽ ഇതും സാധിക്കും. അഭിപ്രായം പറയാൻ വയ്യില്ല, പറഞ്ഞാൽ പോരെ. ഞാൻ അമ്മയോട് ചോദിച്ചോളാം. അതും പറഞ്ഞ് പുച്ഛിച്ചുകൊണ്ട് ലച്ചു അമ്മയുടെ അടുത്തേക്ക് വിട്ടു. അമ്മ കാവ്യയുടെ റൂമിലാണെന്ന് കണ്ടതും അവൾ അവിടേക്ക് നടന്നു. കാവ്യക്ക് ഇത് 5-ാം മാസമാണ്. ആളുടെ ഫുഡും എല്ലാ കാര്യവും അമ്മ തന്നെയാണ് നോക്കുന്നത്. ആൾക്കിപ്പോൾ കുറച്ച് വോമിറ്റിംഗ് കൂടുതലാണ്. അകത്തേക്ക് പോകുന്ന മുഴുവൻ പുറത്തേക്ക് തന്നെ വരുവാണ്. ഇതുകൂടി എടുത്ത് കഴിക്കുക കാവ്യേ. മതിയമ്മേ, കഴിച്ചാലും വെളിയിൽ കളയാനല്ലേ, വെറുതെ എന്തിനാ? എന്നെഴുതി പട്ടിണി എടുക്കാൻ പറ്റുമോ? വേണ്ടാന്ന് വെച്ചാൽ കുഞ്ഞിന് നിന്റെ ആരോഗ്യത്തിനാ കേട്. നിന്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ നിനക്ക്. എന്താണ് പറയുന്നത് പോലും ചിന്തിക്കാത്ത ആളാ. ഇത്രയും കഷ്ടപ്പെടുന്നതിനെ ഞാൻ നോക്കിയിട്ടും അവിടെ വായിന്ന് ആവശ്യമില്ലാതെ കേൾപ്പിക്കാനാണ് എന്നെ. ഞാൻ കഴിച്ചോളാം. അമ്മ അത് പറഞ്ഞ് വെറുതെ കഷ്ടപ്പെടേണ്ട. ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഓർപ്പിക്കേണ്ടെന്നേ. അതും പറഞ്ഞ് കാവ്യ അമ്മ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. അമ്മേ, ലച്ചു വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെന്നു. അവളെ കണ്ട് കാവ്യയുടെ മുഖം മങ്ങി. ചേച്ചി പോവാണോ? പിന്നെ പോവാണ്ട് ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ച കാര്യമാണെന്നോ ഇത്? അപ്പൊ ഈ വിവാഹം ഉറപ്പിക്കോ? അത് നടക്കുമോ? അതെന്താ നീ അങ്ങനെ ചോദിച്ച്? ഇതൊന്നും നടത്താനല്ലേ ഞങ്ങൾ നോക്കുന്നത്? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. വിവാഹം നല്ല തന്നെയാണ്. എന്നാൽ കുറച്ചുകൂടി അന്വേഷിച്ചിട്ട് പോരെ ചേച്ചി? അച്ഛൻ നല്ലോണം അന്വേഷിച്ചു. പണത്തിന് മാത്രമേ അവർക്ക് കുറവുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് നല്ല ആൾക്കാരാ.
എൻ്റെ ഏട്ടന് നല്ല പെൺകുട്ടിയെ കിട്ടണം, അത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ലച്ചു പറഞ്ഞു. കാവ്യ അതിന് മൂളി. പോവാനായോ മോളെ? ഇറങ്ങാൻ പോവാ, ഏട്ടനും കൂടി റെഡിയാവാ. 10 മണിക്ക് പോകുന്ന അച്ഛൻ പറഞ്ഞ്. അതിനുമുമ്പ് അവിടെ എത്തണം. എല്ലാം ഭംഗിയായി നടക്കും. അമ്മക്ക് വരണമെന്നുണ്ട്. കാവ്യെ തനിച്ചാക്കി വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ. അത് സാരല്ല, വിവാഹത്തിന് എല്ലാവർക്കും വരാലോ. അല്ല, എന്നെ കാണാനെങ്ങനെയുണ്ട്? ലച്ചു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. സുന്ദരി ആയിട്ടുണ്ട്, ആരെയും കണ്ണ് തട്ടാണ്ടിരിക്കട്ടെ. അമ്മ അതും പറഞ്ഞ അവളെ തലോടി. എങ്ങനെയുണ്ട് കാവ്യ? നീയൊന്നും പറഞ്ഞില്ലല്ലോ. നന്നായിട്ടുണ്ട് ചേച്ചി. അതും പറഞ്ഞ അവളൊന്നും പുഞ്ചിരിച്ചു. കാവ്യയുടെ മുഖത്ത് പ്രിയയെ ഓർത്ത് വല്ലാത്ത വേദന നിറഞ്ഞു. നിർബന്ധിച്ച് പലവട്ടം ലച്ചുവിൻ്റെ അടുത്തേക്ക് പ്രിയയെ കാവ്യ പറഞ്ഞു വിട്ടെങ്കിലും ലച്ചുവിൻ്റെ സന്തോഷം കാണുമ്പോൾ പ്രിയയുടെ ആത്മവിശ്വാസം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. അവളുടെ ആഗ്രഹം കാരണം ലച്ചു തന്നെ വെറുത്താലോന്ന് പോലും പ്രിയ ഭയന്നു. ഞാനങ്ങോട്ട് ചെല്ലട്ടെ അമ്മേ, ഏട്ട ഒരുങ്ങിക്കാണും. ലച്ചു അതും പറഞ്ഞ് തിരിച്ചു കിടന്നു. ആനി, ഞാനൊന്ന് കിടന്നോട്ടെ. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കണം കേട്ടോ. അതും പറഞ്ഞ് അമ്മ പുറത്തേക്ക് പോയതും കാവ്യ ഫോണെടുത്ത് പ്രിയയെ വിളിച്ചു. പ്രിയ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. കാവ്യയുടെ കോൾ കണ്ടതും അവൾ പറയാൻ വരുന്നത് എന്താണെന്ന് പ്രിയ ഊഹിച്ചു. ഇനി ഇങ്ങനെ പേടിച്ചടക്കാനാണ് നിന്റെ ഉദ്ദേശം? ഇത് അവസാനത്തെ ചാൻസാണ് പ്രിയ. നിന്റെ ഇഷ്ടം ചേച്ചി അറിയിക്കാൻ ഇനി ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. എല്ലാം കൈവിട്ടു പോവാ. ഇനിയും പേടിച്ചിൽക്കാരെല്ലാം തുറന്ന് സംസാരിക്കേ. ഞാൻ എന്ത് പറയാനാ? സന്ദീപിന് എന്നെ ഇഷ്ടമല്ല. ലച്ചുവാണെങ്കിൽ വളരെ സന്തോഷത്തിലാണ്. ഇനിയും ഞാനാണ് എല്ലാവരുടെയും സന്തോഷം കളയുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ കാവ്യ. ഇതും ചിലപ്പോൾ എനിക്ക് വിധിച്ചിട്ടുണ്ടാവില്ല. ആരും അറിഞ്ഞില്ലല്ലോ. എല്ലാം സ്വയം സഹിക്കാൻ എനിക്കാവും. നീ ഒരുപാട് മാറി പ്രിയ, പക്ഷെ ഇങ്ങനൊരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ മനസ്സിപ്പോഴും പറയുന്നു ദൈവം നിന്റെ കൂടെയാണെന്ന്. ഒരു വട്ടം കൂടി നീ ശ്രമിച്ചു നോക്ക്. കൈവിട്ട് പോയിട്ട് പിന്നെ ഒന്നും ചെയ്യാനാവില്ല. നിന്റെ പ്രണയ, നീ സ്നേഹിക്കുന്നയാള്, നീ നിനക്കായി കണ്ടെത്തിയ ആള് കൈവിട്ട് കളയരുത്. കാവ്യ പറഞ്ഞു. പ്രിയയുടെ കണ്ണ് നിറഞ്ഞു. ചുരുങ്ങിയ സമയം കൊണ്ട് അവനെ അവൾ ഒരുപാട് സ്നേഹിച്ചു പോയിരുന്നു. പ്രിയ, ഞാൻ പറയുന്ന കേൾക്ക്. ചേച്ചി ഇപ്പം ഇറങ്ങി വിടുന്നു. നീ ഇവിടേക്ക് വാ, എല്ലാം തുറന്നു പറയും. നിന്റെ കൂടെ ഞാനുണ്ടാവും എന്ത് വന്നാലും. അന്ന് നീ കാണിച്ച ധൈര്യം വാശിക ഇപ്പോഴാ കാണിക്കേണ്ടത്. ആലോചിക്കാൻ സമയമില്ല. നീ വരില്ലേ? കാവ്യ ചോദിച്ചു. പ്രിയ ഒരു നിമിഷം ആലോചനയോടെ നിന്നു. തൻ്റെ ജീവിതത്തിലേക്ക് ഇനി ഒരാൾ കടന്നു വരില്ലെന്ന് അവൾക്ക് സ്വയം ഉറപ്പായിരുന്നു. ഞാൻ വരാം. പ്രിയയുടെ വാക്ക് കേട്ടതും കാവ്യ സമാധാനത്തോടെ ഫോൺ വെച്ചു. എന്തു വന്നാലും എൻ്റെ മനസ്സിലുള്ള ലച്ചു അറിയണം, ഇല്ലെങ്കിൽ ഇനിയും നഷ്ടമാവും. സ്വയം ചിന്തിച്ചുകൊണ്ട് പ്രിയ വണ്ടിയെടുത്തിറങ്ങി. അവളുടെ പോക്കണ്ണ സുമതി ഒന്നും മനസ്സിലാവാൻ നിന്നു. ലച്ചു അമ്മയോടും കാവ്യയോടും അച്ഛനോടും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പോയിട്ട് വരാം അമ്മേ, അവൾ കൈയെടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇതേ സമയം കാവ്യയുടെ കണ്ണുകൾ പ്രിയ വരുന്നത് നോക്കുകയായിരുന്നു. ഞാൻ പേഴ്സ് എടുത്ത് ലച്ചു, ഒന്ന് എടുത്തിട്ട് വാ. ആനന്ദ് പറഞ്ഞ വണ്ടിയിൽ കയറി ലച്ചു തിരിച്ചിറങ്ങി. അകത്തേക്ക് ചെന്ന് അവൻ്റെ പേഴ്സുമായിട്ട് വന്ന് വണ്ടിയിൽ കയറിയതു. അപ്പോഴേക്കും പ്രിയ അവിടെ എത്തിയിരുന്നു. അത് കണ്ടതും കാവ്യ സമാധാനത്തോടെ നെഞ്ചത്ത് കൈവച്ചു. ആഹാ പ്രിയ, ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. പോയി വന്നിട്ട് കാണാം കേട്ടോ. അതും പറഞ്ഞ് ലച്ചു വണ്ടിയിൽ കയറി. ലച്ചു, എനിക്കൊരു സംസാരിക്കാനുണ്ട് നിന്നോട്. സമയം വൈകി പ്രിയ, വന്നിട്ട് സംസാരിക്കാം. നീ ഇവിടെ കാണില്ലേ? അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ പോര്. ബെസ്റ്റ്. കാമുകന്റെ പെണ്ണാണെങ്കിലും ക്ഷണിക്കുന്നു. എന്തൊക്കെ കാണണമെന്നാവും. കാവ്യ അതുകൊണ്ട് സ്വയം പറഞ്ഞു. പ്രിയ അവളോട് സംസാരിക്കാൻ വേറെ വഴിയില്ലാതെ അവരുടെ കൂടെ കാറിൽ കയറിയതും കാവ്യ കണ്ട് ഞെട്ടി. ഇവിടുത്തെ എന്ത് ഭാവിച്ച? മുടക്കാനാണോ അതോ കൂടാനാണോ ഉദ്ദേശം? വണ്ടി കയറ്റി കടന്നു പോയതും പ്രിയേക്കാൾ ടെൻഷനായി കാവ്യക്ക്. ലച്ചു, എനിക്കൊരു സംസാരിക്കാനുണ്ട്. പ്രിയ വണ്ടിയിൽ നിന്നോട് പറഞ്ഞു. സംസാരിക്കാനോ? സമയമുണ്ടല്ലോ പ്രിയ, ഞാനിപ്പോൾ വല്ലാത്ത സന്തോഷത്തില. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ലച്ചു പറഞ്ഞതും പ്രിയ നിരാശയോടെ ആനന്ദി നോക്കി. അവൻ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഈ വിവാഹം കഴിഞ്ഞ ഉടനെ നിന്റെ കിട്ടും നടത്തും. എത്രയും വേഗം ഒരാളെ കണ്ടെത്താൻ നോക്ക്. ആനന്ദ് പറഞ്ഞു. പ്രിയ എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. അവൾക്കാകെ വിഷമാവുന്നുണ്ടായിരുന്നു. ദൈവമേ, എന്തെങ്കിലും ഒരു വഴി കാണിച്ച എനിക്ക്, എന്നെ മാത്രം ഇങ്ങനെ വേദനിപ്പിക്കാതെ. പ്രിയ സ്വയം പറഞ്ഞുകൊണ്ട് ലച്ചുവിനെ നോക്കി. ലച്ചു, എനിക്ക് അർജന്റായിട്ട് നിന്നൊരു കാര്യം പറയാനുണ്ട്. ഇനി വയ്യ ചിലപ്പോൾ എനിക്ക് പറയാൻ കഴിഞ്ഞൊന്നും വരില്ല. പ്രിയ പറഞ്ഞു. ലച്ചു എന്താന്നുള്ള ഭാഗത്തിൽ അവളെ നോക്കി. എന്താ പ്രിയ, പറയേ. അത് പിന്നെ ആളൊന്നും മടിച്ചു. ഇനിയും ഭയന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവൾ ലച്ചുവിനെയും ആനന്ദിനെയും നോക്കി. അത് പിന്നെ ഞാനൊരാളെ കണ്ടെത്തുമ്പോൾ ആദ്യം അറിയിക്കുന്ന നിങ്ങളാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ ഒരാളെ ഞാൻ കണ്ടെത്തി. പ്രിയ പറഞ്ഞു. ലച്ചു കേട്ട് വിശ്വാസാവാതെ അവളെ നോക്കി. എന്നിട്ട് മനഃപൂർവ്വം ഞങ്ങളിന്ന് മറച്ചു വെച്ചല്ലേ? ആരാള്? അത് പിന്നെ പ്രിയ പറയാൻ വന്നു. ലച്ചുവിന്റെ ഫോണിലേക്ക് വീട്ടിൽ നിന്ന് കോൾ വന്നു. 1 മിനിറ്റ് പ്രിയ. അതും പറഞ്ഞ് ലച്ചു ഫോൺ എടുത്തു. അതെ അച്ഛാ, ഞങ്ങൾ വരും വഴിയാ. ഓക്കെ, ഞങ്ങളിപ്പോൾ എത്തി, ഒരു 5 മിനിറ്റ്. അതും പറഞ്ഞ് ലച്ചു ഫോൺ വെച്ചു. ഏട്ടാ, അച്ഛനും അമ്മയും എല്ലാവരോടേക്ക് തിരിച്ചു എന്ന് പറഞ്ഞു. നമ്മളോടേക്ക് ചെല്ലാൻ പറഞ്ഞു. ഇവിടെ അടുത്താ ആ കുട്ടിയുടെ വീട്. ലച്ചു പറഞ്ഞു. പ്രിയ നെഞ്ചിരിപ്പോടെ കേട്ടിരുന്നു. നമുക്ക് പിന്നീട് സംസാരിക്കാം പ്രിയ. ലച്ചു പറഞ്ഞു. പ്രിയ അത് കേട്ട് വല്ലായ്മയുടെ തലയാട്ടി. വണ്ടി ഒരു ഇടവഴിയിലെത്തിയതും ലച്ചുവിന്റെ അച്ഛനും അമ്മയ്ക്ക് നിൽക്കുന്നുണ്ട്. അവൻ വണ്ടി ഒതുക്കി. നടക്കണം മോനെ, മുറ്റത്തേക്ക് വണ്ടി ചെല്ലൂല, അച്ഛൻ പറഞ്ഞു. ലച്ചു അത് കേട്ട് പുറത്തിറങ്ങി. ദൂരെയായി നിൽക്കുന്ന സന്ദീപിലായിരുന്നു പ്രിയയുടെ കണ്ണുകൾ. പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന പോലെയുണ്ട് അവന്റെ ഭാവം. അവനെ കണ്ടതും പ്രിയയും കൂട്ടി ലച്ചു അവിടേക്ക് ചെന്നു. കുറച്ച് ചിരിച്ചൊക്കെ നിൽക്കേട്ടാ, ഇതാരും നിർബന്ധിച്ച് കൊണ്ടുവരുന്നതാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. എനിക്കൊന്നാമത് ഇതിനോടൊന്നും താല്പര്യമില്ല. പിന്നെ ഇതൊക്കെ നിങ്ങൾ തന്നെ മതിയായിരുന്നല്ലോ. പെണ്ണുകളൊന്നും എനിക്ക് ഇഷ്ടമല്ല.
അങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾക്ക് പരസ്പരം കാണാനും പരിചയപ്പെടാനും വേണ്ടിയല്ലേ. പെണ്ണിനെ കാണുമ്പോൾ എല്ലാം ശരിയാവും. ലച്ചു അവനെ തട്ടിക്കൊണ്ട് പറഞ്ഞു. സന്ദീപ് കേട്ട് പല്ലിയടിച്ചു. പ്രിയ അവനെ തന്നെ നോക്കി വേദനയോടെ നിൽക്കുകയാണ്. ആളുടെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഇതൊന്നും മുടങ്ങിയാൽ മതിയെന്ന പ്രാർത്ഥന മാത്രമായിരുന്നു. ലച്ചു നേരെ രാധികയുടെ അടുത്തേക്ക് പോയതും പ്രിയയും സന്ദീപും തനിച്ചായി. അത് കണ്ടതും പ്രിയ പതർച്ചയോടെ അവനെ നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.